കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തേണ്ടെന്ന് റിപ്പോർട്ട്. വൈസ് ചാൻസലർ നിയമിച്ച വിദഗ്ധ സമിതിയുടേതാണ് റിപ്പോർട്ട്. വേടന്റെ പാട്ടിന് വൈകാരിക സങ്കല്പങ്ങൾക്കപ്പുറം ആശയപരമായ ഇഴയടുപ്പത്തോടെ കാവ്യാത്മക സങ്കല്പങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ടിൽ പരാമർശം. ഗൗരി ലക്ഷ്മിയുടെ അജിത ഹരേ മാധവ ദൃശ്യാവിഷ്കാരവും സിലബസിൽ നിന്ന് മാറ്റണമെന്നും റിപ്പോർട്ടുണ്ട്. വിശദാംശങ്ങളുമായി ബെൻസൺ ബാബു ചേരുകയാണ്. ബെൻസൺ, എന്തെല്ലാമാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞു വെക്കുന്നത്? ഇതിനോടുള്ള സമൂഹത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഏത് രീതിയിലാണ്? സംഗീത, മലയാളം UG പഠന ബോർഡാണ് വേടന്റെ പാട്ടും അതോടൊപ്പം തന്നെ ഗൗരി ലക്ഷ്മിയുടെ അജിത ഹരേ മാധവ എന്ന ദൃശ്യാവിഷ്കാരവും ബിരുദ പഠനത്തിൽ 3ാം സെമസ്റ്ററിൽ, കാലിക്കറ്റ് സർവകലാശാലയുടെ ബിരുദ പഠനത്തിൽ 3ാം സെമസ്റ്ററിൽ പാഠ്യ പദ്ധതിയിൽ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് ഈ സിലബസിൽ നിന്നും നീക്കം ചെയ്യണമെന്ന പരാതിയായിരുന്നു സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പരാതി നൽകിയത് BJP സിൻഡിക്കേറ്റ് അംഗമായ AK അനുരാജ് ആയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സമിതിയെ ഇതിന്റെ പഠനത്തിനായി നിയോഗിച്ചത്. സർവകലാശാല പഠനവകുപ്പ് മുൻ മേധാവി MA ബഷീറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ് ഇതിൽ പരിശോധന നടത്തിയത്. നമുക്ക് ഈ പരിശോധനയുടെ അല്ലെങ്കിൽ പഠനം നടത്തിയതിന്റെ ഒരു റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ നൽകിയിട്ടുള്ള പരാതി ഈ നിലയിലാണ്: വേടന്റെ ഗാനം പഠിപ്പിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അതിനു പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ പാഠഭാക്കാക്കണം. അതോടൊപ്പം തന്നെ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന റാപ്പ് കവിത പഠനാർഹമാണോ, അതിന്റെ സാഹിത്യമാണോ സംഗീതമാണോ താരതമ്യം ചെയ്യേണ്ടത്? അതോടൊപ്പം തന്നെ ഹിരൺദാസ് മുരളി എന്ന വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനം പാഠ്യവിഷയത്തിൽ നിന്നും പിൻവലിക്കണം എന്നിങ്ങനെയുള്ള പരാതികളായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ പരിശോധനയും വിവിധ കണ്ടെത്തലുകളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഒന്ന്, ഈ വേടന്റെ പാട്ട് സംബന്ധിച്ച് വന്നിട്ടുള്ള പരിശോധനയിലെ പ്രധാന കണ്ടെത്തലുകൾ ഇത്തരത്തിലാണ്. ഈ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് വേടന്റെ വായ്ത്താരിയാണ്. താളപ്പെരുക്കത്തിലാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. ലോകത്ത് അനേക കാലങ്ങളായി ഉണ്ടായ രാഷ്ട്രീയ സംഭവങ്ങളെ സൂചിപ്പിക്കുന്ന പരാമർശങ്ങളാണ് ഉള്ളടക്കം. ആശയപരമായ ഇഴയെടുപ്പമോ കാവ്യാത്മകമായ സങ്കല്പങ്ങളോ സൃഷ്ടിക്കുവാനോ ഇവയെ യുക്തിപരമായി ഇണക്കി ചേർക്കുവാനോ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ അത്തരത്തിലുള്ള കണ്ടെത്തലുകളാണ് വേടന്റെ പാട്ടുമായി ബന്ധപ്പെട്ട് ഈ ഒരു പഠനം നടത്തിയ ആളുകൾ കണ്ടുപിടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഗൗരി ലക്ഷ്മിയുടെ അജിത ഹരേ മാധവ എന്ന ദൃശ്യാവിഷ്കാരത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്: കഥകളി സംഗീതവും ശാസ്ത്രീയ സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനം നടത്താൻ മലയാളം BAക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നത് പരിധിക്കപ്പുറമാണ്. കാരണം സംഗീതത്തിന്റെ ബാലപാഠം മനസ്സിലാക്കാൻ പോലും പഠനകാലത്ത് ഒരിക്കലും അവർക്ക് അവസരം ലഭിക്കുന്നില്ല എന്നിങ്ങനെയുള്ള കണ്ടെത്തലുകളാണ് വന്നിട്ടുള്ളത്. അതിന്റെ നിഗമനങ്ങളായി വന്നിട്ടുള്ളത്: അജിത ഹരേ മാധവ സംഗീതം പഠിക്കാത്ത BA മലയാളം വിദ്യാർത്ഥികളോട് കഥകളി സംഗീതത്തെയും ശാസ്ത്രീയ സംഗീതത്തെയും താരതമ്യപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത് കഠിനമാണ്. അതിനാൽ കഥകളി സംഗീതത്തിന്റെയും ശാസ്ത്രീയ സംഗീതത്തിന്റെയും താരതമ്യ പഠനഭാഗം സിലബസിൽ നിന്ന് എടുത്തു മാറ്റി ഉചിതമായ മറ്റൊരു പാഠഭാഗം ചേർക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വേടന്റെ പാട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നിഗമനം ഈ നിലയിലാണ്: മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന ഗാനത്തിന്റെയും വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനത്തിന്റെയും സംഗീതപരമായ സവിശേഷതകളെക്കുറിച്ചുള്ള താരതമ്യം BA മലയാളം വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യമാണ്. അതിനാൽ മൈക്കിൾ ജാക്സന്റെയും വേടന്റെയും ഗാനങ്ങളുടെ സംഗീതപരമായ സവിശേഷതകളെക്കുറിച്ചുള്ള താരതമ്യ പഠനഭാഗം സിലബസിൽ നിന്നും എടുത്തുമാറ്റി അനുയോജ്യപരമായ മറ്റൊരു പാഠഭാഗം ഉൾപ്പെടുത്തേണ്ടതാണ്. ഈ നിലയിലാണ് ഈ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പഠനങ്ങളും അതിന്റെ നിഗമനങ്ങളും വന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP സിൻഡിക്കേറ്റ് അംഗം നൽകിയ പരാതിയിൽ വൈസ് ചാൻസലർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അല്ലെങ്കിൽ പരിശോധനയ്ക്കായി നിയോഗിച്ച വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിൽ അല്ലെങ്കിൽ പഠനത്തിലാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള അമർഷം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നടക്കം ഇതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു പരാമർശം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഗാനം പാഠ്യവിഷയമാക്കിയപ്പോൾ തന്നെ ഈ ഹിരൺദാസ് മുരളി എന്ന വേടന്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ആ നിലയിലായിരുന്നു. കാരണം തന്റെ ഒരു പാഠഭാഗമായി അതും ഒരു സർവകലാശാലയിൽ വരുന്നത് വലിയ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്, അത് മറ്റുള്ളവർക്ക് പ്രചോദനമാണ് എന്ന നിലയിലായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത്തരം ഈ പാട്ടുകൾ ഈ പാഠഭാഗത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനെതിരെ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതിനെതിരായിട്ട് തന്നെ ഒരു വികാരം ഉടലെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. ഇതിൽ ആരെയാണ് ഭയപ്പെടുന്നത്? ഇവരുടെ വരികളെയും ദൃശ്യാവിഷ്കാരത്തെയും ഒക്കെ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ള തലത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പുതിയ തലമുറ ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിന്മേൽ ഇനിയൊരു ഇടപെടൽ ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യത ചെറുതായെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഈ സജീവമായ ചർച്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങളടക്കം എത്തരത്തിലാണ് പോകുന്നത്, ബെൻസൺ?
സംഗീത സൂചിപ്പിച്ചതുപോലെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈസ് ചാൻസലർ നേരിട്ട് നിയമിച്ച വിദഗ്ധ സമിതിയാണ് ഈ കാര്യങ്ങൾ പഠന വിഷയമാക്കിയതും അതിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ റിപ്പോർട്ട് ഏകപക്ഷീയമായ ഒരു റിപ്പോർട്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പൂർണ്ണമായും ഈ രണ്ട് ഗാനങ്ങളും അജിത ഹരേ മഹാദേവ എന്ന സംഗീത ദൃശ്യാവിഷ്കാരം, അതോടൊപ്പം തന്നെ വേടന്റെ ഈ പാട്ട്, ഇവ രണ്ടും പൂർണ്ണമായും സിലബസിൽ നിന്നും ഒഴിവാക്കണം. അവ രണ്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണകരമാവുന്നതല്ല, പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഉതകുന്നതല്ല എന്ന നിലയിലുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. അത് ശരി ബെൻസർ, എന്താണെങ്കിലും ഈ റിപ്പോർട്ടിന്മേൽ നിശിതമായ വിമർശനങ്ങളും വലിയ രീതിയിലുള്ള ചർച്ചകളും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്.